നമോ നമ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഞാൻ എന്ന ഒരു ഭാഗം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെപ്പറ്റി ഒരു ചെറുതായിട്ട് ശാസ്ത്രീയമായ രീതിയിലൊന്ന് വിശദീകരിക്കുകയായിരുന്നു ചെയ്തത്. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയം, എല്ലാവരും ശാസ്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഏതാണ്ട് ശരിയാണ് എന്നൊരു ധാരണയിലാണ് ഇരിക്കുന്നത്. ശാസ്ത്രമായാലും കൊള്ളാം, അശാസ്ത്രമായാലും കൊള്ളാം, ഒന്നും ശരി പാരമാർത്ഥികം എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ശാസ്ത്രത്തിനാണെങ്കിലും അതിന് ഒരു പ്രസക്തി എവിടെയാണുള്ളത്? വ്യാവഹാരികത്തിൽ മാത്രമേ ഉള്ളൂ. ശാസ്ത്രമായാലും അശാസ്ത്രമായാലും ശാസ്ത്രീയമോ അശാസ്ത്രീയമോ എന്തുമായിക്കൊള്ളട്ടെ, അത് വ്യാവഹാരികത്തിലാണ് അതിൻ്റെ പ്രസക്തിയുള്ളത്. പാരമാർത്ഥികമായിട്ടുള്ള ഒരു പ്രസക്തിയില്ല. ഉദാഹരണത്തിന്, നമ്മൾ സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വ്യാവഹാരികമായിട്ട് വരുന്നത് സ്വപ്നമാണ്. ആ വ്യാവഹാരികമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് അനുഭവങ്ങളെല്ലാം ശരിക്കുള്ള അനുഭവങ്ങളായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അനുഭവമൊന്നും അല്ലാത്ത അനുഭവമൊന്നുമില്ല. അനുഭവങ്ങൾ എന്താണ്? താൽക്കാലികമായിട്ടുള്ളതാണ്. സ്വപ്നം കാണുമ്പോൾ നമുക്ക് തല്ല് കിട്ടിയാൽ വേദനിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വപ്നം കാണുമ്പോൾ അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചർ നമ്മളെ തല്ലാൻ വരുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നത്. തല്ലിയില്ല, ഭയം ആദ്യം ഉണ്ടായി. എങ്ങനെയാണ് ഭയം ഉണ്ടായത്? നേരത്തെ കിട്ടിയ തല്ലിന്റെ ഓർമ്മ, അതുകൊണ്ടാണ് ഭയം വന്നത്. പൂർവാനുഭവത്തിൽ നിന്നുണ്ടാകുന്ന വികാരമാണ് ആ ഭയം എന്ന് വന്നത്. ഭയം മുതലായിട്ടുള്ള വികാരങ്ങൾ സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. ആ സംസ്കാരം എങ്ങനെ ഉണ്ടായി എന്നാണെങ്കിൽ, നിരന്തരമായ അനുഭവങ്ങളുടെ ഒരു ഒഴുക്കിൽ നമ്മൾ നേരിട്ടുണ്ടായതും അത് വെച്ച് സാധ്യതയുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു സംസ്കാരമായിട്ട് മാറുകയാണ്. ഒരു വണ്ടി ചേർത്തലയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട ഒരു വണ്ടി എന്താണ്? പോകുമ്പോൾ തന്നെ അതിന്റെ സ്പീഡോമീറ്ററിൽ കാണിക്കും എന്താണ്? ഇത് 60 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്ന് കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സമയത്ത് ഇത് 60 കിലോമീറ്റർ ഈ വേഗതയിൽ പോയാൽ ഇത് 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിയാണോ? ആ സമയത്തെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഈ വിധത്തിൽ പോയാൽ 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ കവർ ചെയ്യും എന്ന് പറയുന്നത്. അതെങ്ങനെ പറയുന്നു? അതെങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം എന്താണ്? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്, ശാസിക്കപ്പെടേണ്ടത്, അതിനെ പഠിപ്പിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഒരു നീഡിൽ ഇങ്ങോട്ട് 10, 20, 30, 40, 50, 60 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉയർന്നു 10, 20, 30, 40, 50, 60 എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അതെങ്ങനെയാണ് 10, 20, 30 ഇങ്ങനെ പോകുന്നത്? എന്താണ്? അത് നമ്മളുടെ ക്ലോക്കിലെ സൂചി പോകുന്നത് പോലെ ആ
പല പൽചക്രങ്ങളിൽ കൂടി കിടന്നാണ് ക്ലോക്കിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനകത്ത് 3 സൂചി ഉണ്ടെങ്കിൽ 3 സ്പീഡിലാണ് പോകുന്നത്. എങ്ങനെയാണ് 3 സ്പീഡിന്റെ കാര്യം? സെക്കൻഡ് സൂചി, മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ 3 സൂചികളും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ശരിക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നത് 3 പൽചക്രങ്ങളിലേക്കാണ്. അതുകൊണ്ട് എന്തു പറ്റി? ഈ 3 പൽചക്രങ്ങൾ കറങ്ങുന്നത് 3 സ്പീഡിലാണ്. അതുകൊണ്ടാണ് ഈ നീഡിലുകൾ 3 സ്പീഡിൽ കറങ്ങുന്നത്. അതേപോലെ ഇവിടെ ഈ ചക്രം കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസ് മനസ്സിലാണ്ടോ? അത് എങ്ങനെയാണ്? ആ ഡിസ്റ്റൻസുമായിട്ടാണ് ഈ അപ്പൊ അതേലൊരു പൽചക്രം അതിന്റെ ഏതെങ്കിലും വശത്ത് പൽചക്രം സ്പർശിക്കുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് ഒരു പ്രത്യേകതയായിരിക്കും. അതിനെ കുറച്ചും കൂട്ടിയും പൽചക്രങ്ങൾ വെച്ചിട്ട് ഈ സൂചിയുമായിട്ട് കണക്ട് ചെയ്താൽ ഇത് 10, 20, 30, 40 എന്ന് പറയുമ്പോൾ ഇത് 1 മീറ്ററാണ്. ഈ ചക്രത്തിന്റെ ഒരു ഔട്ടർ സർക്കംഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ആ 1 മീറ്റർ കറങ്ങാൻ ഇതെത്ര എടുത്തു? അപ്പൊ 1 മീറ്റർ അങ്ങനെ 100 മീറ്റർ ആകും. 100 കറക്കം കിടക്കും. 100 മീറ്റർ കറങ്ങുമ്പോൾ ഇവിടെ ഇത് എന്ത് ചെയ്യണം? 10 എന്ന് ഇതെങ്ങനെയാണ് 10 എന്ന് കാണിക്കുക. അപ്പൊ എന്ത് പറ്റും? 1 മിനിറ്റിൽ 100 കറക്കം കറങ്ങുന്ന ഒരു ചക്രമാകുമ്പോ ഇവിടെ അപ്പൊ എന്ത് വരും? 10 എന്ന് കാണിക്കും. അപ്പൊ എന്ത് പറ്റും? അങ്ങനെ 10 എണ്ണം കൂടുമ്പോൾ 1 കിലോമീറ്ററായി. ഇങ്ങനെയുള്ളൊരു കണക്കാണ്. അപ്പോൾ ആ സ്പീഡോമീറ്റർ എടുത്തിട്ട് നമ്മൾ സൈക്കിളിന് ഫിറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. സ്കൂട്ടറിന്റെ ഒരു വീലിന്റെ ആ ഇത് അല്ല, സൈക്കിളിന്റെ വീല് എന്ന് പറയുമ്പോൾ അപ്പോൾ സൈക്കിളിന്റെ ഈ സ്പീഡോമീറ്റർ സൈക്കിളിന്റെ വീലുമായിട്ട് വീലിന്റെ പുറത്ത് ഡൈനാമോ ഒക്കെ ഫിറ്റ് ചെയ്യണ കണ്ടിട്ടില്ല. അതിന്റെ കറങ്ങണതിന്റെ അനുസരിച്ച് ആ പൊക്കത്തിലാണ് പിടിപ്പിക്കുന്നത്. അതനുസരിച്ച് ചെയ്തു കഴിയുമ്പോൾ ആ ഡൈനാമോയുടെ കറക്കം അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ പൽചക്രം കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തു പറ്റും? ഒരു കറക്കം സ്കൂട്ടറിന്റെ ഒരു കറക്കം കറങ്ങുമ്പോഴത്തേക്ക് 1 മീറ്ററാണ് പോണെങ്കിൽ, അല്ലെങ്കിൽ 2 കറക്കം കറങ്ങുമ്പോഴാണ് 1 മീറ്റർ വരണേ. 1/2 മീറ്ററാണ് എന്ന് വരച്ചോളൂ സ്കൂട്ടറിന്റെ വീലിന്. അല്ലെങ്കിൽ 1 മീറ്റർ തന്നെ എടുക്കാം കണക്കിന് വേണ്ടിയിട്ട്. ഇത് 3 മീറ്റർ പോണുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 60 കിലോമീറ്റർ എന്ന് ഇതേ സ്പീഡോമീറ്റർ സൈക്കിളിന് ഫിറ്റ് ചെയ്താൽ സ്പീഡോമീറ്ററൊക്കെ കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ 60 കിലോമീറ്റർ സ്പീഡിൽ എന്ന് കാണിച്ച സ്ഥലത്ത് 180 കിലോമീറ്റർ സ്പീഡെന്ന് കാണിക്കേണ്ടി വരും ഇപ്പൊ പോകുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ഈ കറക്കം അനുസരിച്ച് എത്ര ഡിസ്റ്റൻസ് ഒരു വീലിന്റെ കറക്കം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിഷൻ ഒന്ന് തന്നെ, പക്ഷേ കണക്ക് കൂട്ടിയത് 60 എന്ന് കാണിക്കേണ്ട സ്ഥലത്ത് സ്കൂട്ടറിന്റെ ഏതെങ്കിലും ഒരു ചെറിയ വീലുള്ള സ്കൂട്ടറിന്റെ നമ്മൾ ആ സ്പീഡോമീറ്റർ എടുത്ത് സൈക്കിളിന്റെ ആ സ്പീഡോമീറ്റർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 60 കിലോമീറ്റർ സ്പീഡിൽ എന്ന് സ്കൂട്ടറിന് കാണിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ 50 കിലോമീറ്റർ എന്ന് സ്കൂട്ടറിന് കാണിച്ച സ്ഥലത്ത് സൈക്കിളിന് വെക്കുമ്പോൾ അവിടെ മീറ്ററിൽ കാണിക്കുന്നത് 150 കിലോമീറ്റർ സ്പീഡിൽ നിന്നായിരിക്കും കാണിക്കുക. എന്താ കാര്യം? നമ്മൾ നേരത്തെ ശാസിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും എന്നുവെച്ചാൽ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ മിഷനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന അനുസരിച്ചിട്ടാണ് അവൻ കണക്ക് കൂട്ടുന്നത് എന്നാണ്. മനസ്സിലാണ്ടോ? പക്ഷെ സൈക്കിൾ 150 കിലോമീറ്റർ സ്പീഡിൽ പോകുമോ? ഇല്ല, ഒരിക്കലും പോകില്ല. 60 കിലോമീറ്ററും പോകില്ല. അത് പക്ഷേ ഇവിടെ 10 കിലോമീറ്റർ എന്ന് കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മതി നമുക്ക് നടക്കണ കാര്യം. അപ്പോൾ 10 കിലോമീറ്റർ സ്പീഡിൽ സൈക്കിൾ പോകുമ്പോൾ 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്ന് കാണിക്കും. ഈ സ്കൂട്ടറിന്റെ വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ സൈക്കിളിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഈ പല സ്പീഡോമീറ്ററിന്റെ തെറ്റല്ല,
പലപ്പോഴും സ്കൂട്ടറുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഓരോ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴൊക്കെ പല വണ്ടിയിൽ കയറി കഴിയുമ്പോൾ ഇത്തിരി ഈ സ്പീഡ് കിലോമീറ്റർ കാണിക്കണതിന് വ്യത്യാസം വരും. എന്താ അറിയോ, അതിൻ്റെതായിട്ട് ക്രമീകരിച്ചിട്ടുള്ളതല്ലാതെ അത് പിന്നെ കേട് വന്നിട്ട് മാറി വേറെ വല്ലതിൻ്റെയും സ്പീഡോമീറ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഈ വീലിന്റെ സർക്കംഫറൻസ് മാറുന്നതനുസരിച്ചിട്ട് ഈ ദൂരം കാണിക്കുന്നത് തെറ്റിപ്പോകുന്നത്. കറക്കത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ നീഡിൽ അളക്കുമ്പോൾ കറക്കത്തെയാണ് ആശ്രയിക്കുന്നത്. ഒരു കറക്കം കറങ്ങുമ്പോൾ സ്കൂട്ടറിന്റെ ആ വീല് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും സൈക്കിളിന്റെ വീല് ഒരു കറക്കം കൊണ്ട് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കറക്കത്തെ ആശ്രയിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മളുടെ ഇത്ര കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ സൈക്കിളിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ മെഷീന് ആലോചിച്ച് ഇന്ന സർക്കംഫറൻസ് ഉള്ള വീലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിന്റെ നമ്മൾ പറയുമ്പോൾ അത് അനുസരിച്ച് പറയണം എന്നുള്ള കോമൺ സെൻസ് ഇല്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം എന്താണ്, നമ്മൾ പല കാര്യങ്ങളും ഒരേപോലെ ശ്രദ്ധിച്ച് പല കാര്യങ്ങളെയും ഒരേ സമയത്ത് ശ്രദ്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നതിനെയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം നോക്കി അതിന്റെ കറക്കവും നോക്കി, അപ്പൊ രണ്ട് കാര്യങ്ങളെയാണ് ഇവിടെ തീരുമാനിച്ചത്. പക്ഷേ ഈ രണ്ട് വീല് മാറ്റിയപ്പോഴത്തേക്കും മൂന്നാമതൊരു കാര്യം കൂടി വന്നു. ആ വീലിന്റെ സർക്കംഫറൻസിന്റെ വ്യത്യാസമുണ്ട്, അത് കണക്ക് കൂട്ടാൻ മെഷീന് പറ്റിയില്ല. അതേപോലെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ കണക്കാക്കി നമ്മളിവിടെ വ്യത്യാസം വരുത്താൻ പറ്റുന്നുണ്ട്. അതേപോലെ രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അങ്ങനെ നിരവധി അനന്തമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. അതിന് എത്ര കാര്യങ്ങളെ അറ്റ് എ ടൈം സ്വീകരിച്ചിട്ട് അതിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിനെയാണ് ഓരോ ജനുസുകളിലുമുള്ള സംസ്കാരത്തിന്റെ വ്യത്യാസം. അതാണ് മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത എന്താണ്, മൃഗങ്ങളുടെ പ്രത്യേകത എന്താണ്, പക്ഷികളുടെ പ്രത്യേകതയാണ്, ഉറുമ്പുകളുടെ. അപ്പോൾ ഇവരുടെയൊക്കെ സംസ്കാരങ്ങൾക്കനുസരിച്ചിട്ടാണ് പ്രപഞ്ചത്തെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്നുള്ളത് എല്ലാവരും ഒരുപോലെ കാണുന്ന ഒന്നല്ല. പ്രപഞ്ചം കാണുന്നത് ആരാണോ കാണുന്നത് അയാളുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് എന്നാണ് ശാസ്ത്രം. അപ്പോൾ ശാസ്ത്രത്തിൽ കൃത്യമായിട്ടൊരു കണ്ടുപിടുത്തം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് റിസൾട്ട് തരും. ആർക്ക് തരും? അത് ആ ശാസ്ത്രമനുസരിച്ച് ആ സംസ്കാരമനുസരിച്ച് ശാസിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നവരുടെ ഇടയിലാണ് കൃത്യമായിട്ടുള്ള അനുഭവങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയും. അതും കൃത്യമാണോ? അതും കൃത്യമല്ല. മനുഷ്യര് തമ്മിൽ തന്നെ ഈ സംസ്കാര വ്യത്യാസമുണ്ട്. ആ സംസ്കാര വ്യത്യാസത്തിൽ മനുഷ്യജാതിയുടെ ഇടയിൽ തന്നെ അനുഭവിക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രപഞ്ചാനുഭവം സംസ്കാരങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് പറയാം. അതിന്റെ വളരെ വിശദീകരണങ്ങളും എക്സാമ്പിളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് ഇത് മതി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.